നെഹേമിയ അധ്യായം 11. ജനനേതാക്കൾ ജെറുസലമിൽ താമസിച്ചു. ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലമിൽ 10 വീതവും ഇതര പട്ടണങ്ങളിൽ 9 വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു. ജെറുസലമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ, ലേവ്യർ, ദേവാലയ ശുശ്രൂഷകർ, സോളമന്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂദാ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു. ജെറുസലമിൽ വസിച്ച പ്രമുഖന്മാർ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ്. യൂദാ ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായ, ഉസിയ സക്കറിയായുടെയും, സക്കറിയ അമരിയായുടെയും, അമരിയ ഷഫാത്തിയായുടെയും, ഷഫാത്തിയ മഹലലേലിന്റെയും, മഹലലേൽ പേരസിന്റെയും പുത്രന്മാർ. ബാറൂക്കിന്റെ പുത്രൻ മാസയ, ബാറൂഖ് കൊൽഹോസയുടെയും, അവൻ ഹസായയുടെയും, ഹസായ അദായയുടെയും, അവൻ യോയാറിബിന്റെയും, യോയാറിബ് ഷീലോന്യനായ സഖറിയായുടെയും പുത്രന്മാരായിരുന്നു. പേരസിന്റെ കുടുംബത്തിൽപ്പെട്ട 468 ധീരന്മാർ ജെറുസലമിൽ പാർത്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷുല്ലാമിന്റെ പുത്രൻ സല്ലു, മെഷുല്ലാം യോബദിന്റെയും, യോബദ് പെദായയുടെയും, പെദായ കോലായയുടെയും, കോലായ മാസയായുടെയും, മാസയ ഇത്തിയേലിന്റെയും, ഇത്തിയേൽ യഷായയുടെയും പുത്രന്മാരായിരുന്നു. സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായി, സല്ലായി എന്നിവരും ആകെ 928 പേർ. സിക്രിയുടെ പുത്രൻ ജോയേലാണ് അവരുടെ ചുമതല വഹിച്ചത്. ഹസേനുവായുടെ പുത്രൻ യൂദ ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ. പുരോഹിതന്മാരിൽ യോയാറിബിന്റെ പുത്രൻ യദായ, യാക്കീൻ. ഹിൽക്കിയായുടെ പുത്രൻ സെറായാം. ഹിൽക്കിയ മെഷുല്ലാമിന്റെയും, മെഷുല്ലാം സാദോക്കിന്റെയും, സാദോക്ക് മെറായോത്തിന്റെയും, മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിന്റെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ 822 പേർ. യെറോഹാമിന്റെ പുത്രൻ അദായ, യെറോഹാം പെലാലിയായുടെയും, പെലാലിയ അംസിയുടെയും, അംസി സക്കറിയായുടെയും, സക്കറിയ പാഷൂറിന്റെയും, പാഷൂർ മൽക്കിയായുടെയും പുത്രന്മാരായിരുന്നു. അദായയുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ 242. അസറേലിന്റെ പുത്രൻ അമഷസായി. അസറേൽ അഹസായിയുടെയും, അഹസായി മിഷില്ലമോത്തിന്റെയും, മിഷില്ലമോത്ത് ഇമ്മറിന്റെയും പുത്രന്മാരായിരുന്നു. അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ 128 പേർ. അവരുടെ നേതാവ് ഹഗെദോലിന്റെ പുത്രൻ സബ്ദിയേലായിരുന്നു. ലേവ്യരിൽ നിന്ന് ഹാഷൂബിന്റെ പുത്രൻ ഷമായ, ഹാഷൂബ് അസ്രിക്കാമിന്റെയും, അസ്രിക്കാം ഹഷാബിയയുടെയും, ഹഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിന് പുറമേയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവ്യ പ്രമുഖരായ ഷാബെഥായിയും യോസാബാദുമാകുന്നു. സ്തോത്രപ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിന്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മിക്കായുടെ പുത്രനായ മത്താനിയ, രണ്ടാമൻ ബക്ബുക്കിയ, യദുഥൂനിന്റെ പുത്രനായ ഗലാലിന്റെ പുത്രൻ ഷമ്മുആയുടെ പുത്രനായ അബ്ദ. വിശുദ്ധ നഗരത്തിൽ ആകെ ലേവ്യർ 284. വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചാർച്ചക്കാരും കൂടെ 172 പേർ. ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും യൂദാ നഗരങ്ങളിൽ താന്താങ്ങളുടെ അവകാശഭൂമികളിൽ താമസിച്ചു. എന്നാൽ ദേവാലയ ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചു. സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു. ബാനിയുടെ പുത്രനായ ഉസിയാണ്
ജെറുസലമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത്. ബാനി ഹഷാബിയായുടെയും, ഹഷാബിയ മത്താനിയായുടെയും, മത്താനിയ ദേവാലയത്തിൽ ഗാനശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിന്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാനശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു. യൂദായുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷസാബേലിന്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു. യൂദായിൽപ്പെട്ട ചിലർ കിരിയാത്ത് അർബ, ദിബോൺ, യക്കാബ്സേൽ എന്നീ നഗരങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, യഷുവ, മൊളാദ, ബെത്പലേത്ത്, ഹസാർഷ്വാൽ, ബേർഷബ അതിൻ്റെ ഗ്രാമങ്ങൾ, സിക്ലാഗ്, മെക്കോന അതിൻ്റെ ഗ്രാമങ്ങൾ, എൻറിമ്മോൻ, സോറ, യാർമുദ്, സനോവ, അതുല്ലാം എന്നീ പട്ടണങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, ലാഖീഷ് അതിൻ്റെ വയലുകൾ, അസേക്ക അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു. അങ്ങനെ അവർ ബേർഷബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു. ബെഞ്ചമിൻ ഗോത്രജർ ഗേബ, മിക്മാഷ്, അയ്യ, ബഥേൽ അതിൻ്റെ ഗ്രാമങ്ങൾ, അനാത്തോത്ത്, നോബ്, അനാനിയ, ഹാസോർ, റാമ, ഗിത്തായിം, ഹദീദ്, സബോയിം, നബല്ലാത്ത്, ലോദ്, ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു. യൂദായിലെ ചില ലേവ്യഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു. നെഹേമിയ അധ്യായം 12. ഷയാൽത്തിയേലിന്റെ പുത്രൻ സെറുബാബേലിനോടും യെശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും സെറായ, ജെറമിയ, എസ്ര, അമരിയ, മല്ലൂക്ക്, ഹത്തൂഷ്, ഷെക്കാനിയ, റഹും, മെറെമോത്ത്, ഇദ്ദോ, ഗിന്നത്തോയ്, അബിയ, മിയാമിൻ, മാദിയ, ബിൽഗ, ഷമായ, യോയാറിബ്, യദായ, സല്ലു, ആമോക്, ഹിൽക്കിയ, യദായ. യെശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു. ലേവ്യർ യെശുവ, ബിന്നൂയി, കത്മിയേൽ, ഷെറബിയ, യൂദ എന്നിവരും സ്തോത്രഗീതത്തിന് നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും. അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യെശുവ യോയാഖിമിൻ്റെയും, യോയാഖീം എലിയാഷിബിൻ്റെയും, എലിയാഷിബ് യോയാദായുടെയും, യോയാദ യോനാഥാൻ്റെയും, യോനാഥാൻ യദുവായുടെയും പിതാവായിരുന്നു. യോയാഖിമിൻ്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ സെറായ കുടുംബത്തിൽ മെറായ, ജെറമിയ കുടുംബത്തിൽ ഹനനിയ, എസ്ര കുടുംബത്തിൽ മെഷുല്ലാം, അമറിയ കുടുംബത്തിൽ യഹോഹനാൻ, മല്ലുക്കി കുടുംബത്തിൽ ജോനാഥൻ, ഷെബാനിയ കുടുംബത്തിൽ ജോസഫ്, ഹാറിം കുടുംബത്തിൽ അദ്ന, മെറായോത്ത് കുടുംബത്തിൽ ഹെൽക്കായ്, ഇദ്ദോ കുടുംബത്തിൽ സക്കറിയ, ഗിന്നഥോൻ കുടുംബത്തിൽ മെഷുല്ലാം, അബിയ കുടുംബത്തിൽ സിക്രി, മിനിയാമിൻ മൊവാദിയ കുടുംബത്തിൽ പിൽത്തായ്, ബിൽഗ കുടുംബത്തിൽ ഷമുവ, ഷമായ കുടുംബത്തിൽ യഹോനാഥാൻ, യോയാബി കുടുംബത്തിൽ മത്തനായ്, യദായ കുടുംബത്തിൽ ഉസി, സല്ലായ് കുടുംബത്തിൽ കല്ലായ്, അമോക് കുടുംബത്തിൽ ഏബർ, ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ, യദായ കുടുംബത്തിൽ നഥനേൽ.
എലിയാഷിബ്, യോയാദ, യോഹനാൻ, യദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിന്റെയും കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേരുവിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എലിയാഷിബിന്റെ പുത്രൻ യോഹനാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹഷാബിയ, ഷറബിയ, കദ്മിയേലിന്റെ പുത്രൻ യശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമന്തോറും ദൈവത്തിന് അർപ്പിച്ചു. മത്താനിയ, ബക്ബുക്കിയ, ഒബാദിയ, മെഷുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും. ഇവർ യോസദാക്കിന്റെ പുത്രൻ യശുവായുടെ പുത്രൻ യോയാക്കീമിന്റെയും ദേശാധിപനായ നെഹമിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായുടെയും സമകാലികരായിരുന്നു. ജെറൂസലേം മതിലിന്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിലും നിന്ന് ലേവ്യരെ വരുത്തി. നെത്തഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറൂസലമിന്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത്ഗിൽഗാൽ, ഗേബ, അസ്മാവത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നുയർന്നു. അവർ ജെറൂസലമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ, മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു. അനന്തരം ഞാൻ യൂദായിലെ പ്രഭുക്കന്മാരെ മതിലിന്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് 2 വലിയ ഗായക ഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഗണം മതിലിന് മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി. അവരുടെ പിന്നാലെ ഹോഷായായും യൂദാപ്രഭുക്കളിൽ പകുതിയും, അസറിയ, എസ്ര, മെഷുല്ലാം, യൂദ, ബെഞ്ചമിൻ, ഷമായ, ജെറമിയ എന്നിവരും കാഹളമോതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു. യോനാഥാന്റെ പുത്രൻ സക്കറിയായും, യോനാഥാൻ ഷമായയുടെയും, ഷമായ മഥാനിയായുടെയും, മഥാനിയ മിഖായയുടെയും, മിഖായ സക്കൂറിന്റെയും, സക്കൂർ ആസാഫിന്റെയും പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരന്മാരായ ഷമായ, അസറേൽ, മിലാലായ്, ഗിലാലായ്, മായ, നഥനേൽ, യൂദ, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു. നിയമജ്ഞനായ എസ്ര അവരുടെ മുൻപിൽ നടന്നു. ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാവീദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തെങ്കിലെത്തി. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടതുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു. അവർ എഫ്രായിം കവാടവും പ്രാചീന കവാടവും മത്സ്യകവാടവും ഹനാനേൽ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപ്പുരയ്ക്കടുത്തുള്ള കവാടത്തെങ്കിൽ എത്തി നിന്നു. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ടിരുന്ന 2 ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമോതിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കീം, മാസയ, മിനായാമിൻ, മിഖായ, എലിയോവേനായ്, സഖറിയ, ഹനാനിയ എന്നിവരും പിന്നാലെ മാസയ, ഷമായ, എലയാസർ, ഉസി, യഹോഹനാൻ, മൽക്കിയ, ഏലാം, ഏസർ എന്നിവരും ദേവാലയത്തിൽ എത്തി. എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനമാലപിച്ചു. അന്നവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇട നൽകി. സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു.
ജെറുസലമിന്റെ ആഹ്ലാദത്തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു. പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു. ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂദാജനം സംപ്രീതരായിരുന്നു. അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു. ദാവീദിൻ്റെയും പുത്രൻ സോളമൻ്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. പണ്ട് ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു. സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു. സെറുബാബേലിൻ്റെയും നെഹമിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർ അഹ്റോന്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവയ്ക്കുകയും ചെയ്തിരുന്നു. നെഹെമിയ അധ്യായം 13. ആ ദിവസം ജനം കേൾക്കെ മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അമ്മോന്യരെയും മോവാബ്യരെയും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിപ്പിക്കരുത്. ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാവിനെ കൂലിക്കെടുത്തവരാണ് അവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി. നിയമം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്ന് അകറ്റി. എന്നാൽ ഇതിനു മുൻപ് പുരോഹിതനും തോബിയായുടെ സുഹൃത്തും ദേവാലയമുറികളുടെ ചുമതലക്കാരനുമായ എലിയാഷിബ് തോബിയായ്ക്ക് വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി. അതിലാണ് ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും പാത്രങ്ങളും ലേവ്യർ, ഗായകർ, കാവൽക്കാർ എന്നിവർക്ക് കൽപ്പനപ്രകാരം നൽകിയിരുന്ന ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും മുൻപ് സൂക്ഷിച്ചിരുന്നത്. ഈ സമയത്ത് ഞാൻ ജെറുസലമിൽ ഉണ്ടായിരുന്നില്ല. ബാബിലോൺ രാജാവായ അർത്താക്സർക്സിന്റെ 32-ാം ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. കുറച്ചുകാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലമിൽ തിരിച്ചെത്തി. ഏലിയാഷിബ് ദേവാലയാങ്കണത്തിൽ തോബിയായ്ക്ക് വേണ്ടി ഒരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. കോപിഷ്ഠനായ ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു. മുറിയുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തിരിക്കവും അതിൽ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. ലേവ്യരുടെ ഓഹരി മുടങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യരും ഗായകന്മാരും താന്താങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു. ദേവാലയത്തെ പരിത്യജിച്ചത് എന്തിന് എന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു. ലേവ്യരെയും ഗായകരെയും ഞാൻ പൂർവ്വസ്ഥാനങ്ങളിലാക്കി. യൂദാജനം ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം കലവറയിൽ കൊണ്ടുവന്നു. സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ഷെലമിയായെയും നിയമജ്ഞൻ സാദോക്കിനെയും ലേവ്യനായ പെദായായെയും അവർക്ക് സഹായത്തിന് സക്കൂറിന്റെ മകനും മത്താനിയായുടെ പൗത്രനുമായ ഹനാനെയും ഞാൻ നിയമിച്ചു. അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല. എൻ്റെ ദൈവമേ, ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. അക്കാലത്ത് യൂദാജനം സാപത്തിൽ മുന്തിരിച്ച കാട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറുസലമിലേക്ക് വീഞ്ഞ്, മുന്തിരി
അത്തിപ്പഴം എന്നിവയും മറ്റ് ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു. അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു. ടൈറിൽ നിന്ന് വന്ന് ജെറുസലമിൽ വസിച്ചിരുന്ന ആളുകൾ സാബത്തിൽ യൂദായിലെയും ജെറുസലമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് വിറ്റിരുന്നു. യൂദായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി. സാബത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത്. എന്നിട്ടും സാബത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു. സാബത്തിന് മുൻപ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറൂസലമിൻ്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാബത്ത് കഴിയുന്നതുവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു. സാബത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി. കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറൂസലമിന് വെളിയിൽ 1-2 പ്രാവശ്യം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു, നിങ്ങളെന്താണ് മതിലിന് മുൻപിൽ താമസിക്കുന്നത്? ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നീട് അവർ സാബത്തിൽ വന്നിട്ടില്ല. സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലേവ്യരോട് ഞാൻ കൽപ്പിച്ചു. എൻ്റെ ദൈവമേ, ഇതും എനിക്കനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിൻ്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ഇക്കാലത്ത് അഷ്ദോദ്, അമ്മോൻ, മൊവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു. അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ദോദ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. യൂദായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. താന്താങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു. അവരെ കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത്. ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ? അവനെപ്പോലൊരു രാജാവ് ജനതകൾക്കിടയിൽ ഇല്ലായിരുന്നു. ദൈവം അവനെ സ്നേഹിച്ചു. അവിടുന്ന് അവനെ ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവാക്കി. എന്നാൽ വിദേശീയ സ്ത്രീകൾ അവനെ കൊണ്ടുപോലും പാപം ചെയ്യിച്ചു. നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ? വിദേശീയ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ? പ്രധാന പുരോഹിതൻ എലിയാഷിബിൻ്റെ പുത്രൻ യഹോയാദായുടെ മക്കളിൽ ഒരുവൻ ഹൊറോണ്യനായ സൻബലത്താത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവനെ ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിപ്പായിച്ചു. എൻ്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവ്യരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ. അങ്ങനെ വിദേശീയമായ എല്ലാറ്റിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി. നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി. എൻ്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ. Chapter 11. The leaders of the people took up residence in Jerusalem, and the rest of the people cast lots to bring 1 man in 10 to reside in Jerusalem, the holy city, while the other 9 would remain in the other cities. The people applauded all those men who willingly agreed to take up residence in Jerusalem. These are the heads of the province who took up residence in Jerusalem. In the cities of Judah dwelt lay Israelites, priests, Levites, temple slaves, and the descendants of the slaves of Solomon, each man on the property he owned in his own city. In Jerusalem dwelt both Judahites and Benjaminites. Of the Judahites, Athaiah, son of Uzziah, son of Zechariah, son of Amariah, son of Shephatiah, son of Mahalalel, of the sons of Perez. Maaseiah, son of Baruch, son of Kolhoseh, son of Hazaiah,
son of Adaiah, son of Joiarib, son of Zechariah, a son of the Shelonites. The total of the sons of Perez who dwelt in Jerusalem was 468 valiant men. These were the Benjaminites: Salu, son of Meshullam, son of Joed, son of Pedaiah, son of Kolaiah, son of Maaseiah, son of Ithiel, son of Jeshaiah, and his brethren, warriors, 928 in number. Joel, son of Zichri, was their commander, and Judah, son of Hasenuah, was second in charge of the city. Among the priests were Jedaiah, Joiarib, Jachin, Seraiah, son of Hilkiah, son of Meshullam, son of Zadok, son of Meraioth, son of Ahitub, the ruler of the house of God, and their brethren who carried out the temple service, 822. Adaiah, son of Jeroham, son of Pelaliah, son of Amzai, son of Zechariah, son of Pashur, son of Malchijah, and his brethren, family heads, 242. And Amasai, son of Azarel, son of Azai, son of Meshilemoth, son of Immer, and his brethren, warriors, 128. Their commander was Zabdiel, son of Haggadol. Among the Levites were Shemaiah, son of Hashub, son of Azrikam, son of Hashabiah, son of Bunai, Shabbathai, and Jozabad, Levitical chiefs who were placed over the external affairs of the house of God, Mattaniah, son of Micah, son of Zabdi, son of Asaph, director of the Psalms, who led the thanksgiving at prayer, Bakbukiah, second in rank among his brethren, and Abda, son of Shammua, son of Galal, son of Jeduthun. The total of the Levites in the holy city was 284. The gatekeepers were Akub, Talmon, and their brethren, who kept watch over the gates, 172 in number. The rest of Israel, including priests and Levites, were in all the other cities of Judah, each man in his inheritance. The temple slaves lived on Ophel, Ziha, and Gishpa were in charge of the temple slaves. The prefect of the Levites in Jerusalem was Uzai, son of Bani, son of Hashabiah, son of Mattaniah, son of Micah. He was one of the sons of Asaph, the singers, appointed to the service of the house of God, for they had been appointed by royal decree, and there was a fixed schedule for the singers assigning them their daily duties. Pethahiah, son of Meshezabel, a descendant of Zerah, son of Judah, was royal deputy in all affairs that concerned the people. As concerns their villages in the country, Judahites lived in Kiriath Arba and its dependencies, in Dibon and its dependencies, in Jekabzeel and its villages, in Jeshua, Moladah, Beth Pelet, in Hazar Shual, in Beersheba and its dependencies, in Ziklag, in Mekonah in its dependencies, in En-Rimmon, Zorah, Jarmuth, Zanoah, Adullam and their villages, Lachish and its countryside, Azekah and its dependencies. They were settled from Beersheba to Gehinnom. Benjaminites were in Geba, Michmash, Aijah, Bethel and its dependencies, Anathoth, Nob, Ananiah, Hazor, Ramah, Gittaim, Hadid, Zebuim, Nebalat, Lod, Ono, and the valley of the artisans. Some sections of the Levites from Judah settled in Benjamin. Chapter 12. The following are the priests and Levites who returned with Zerubbabel son of Shealtiel and Jeshua, Seraiah, Jeremiah, Ezra, Amariah, Maluk, Hattush, Shechaniah, Rehum, Meremoth, Edo, Ginnethon, Abijah, Mijamin, Maadiah, Bilgah, Shemaiah, and Joiarib, Jedaiah, Salu, Amok, Hilkiah, Jedaiah. These were the priestly heads and their brethren in the days of Jeshua. The Levites were Jeshua, Binnui, Kadmiel, Sherebiah, Judah, Mattaniah. The last mentioned, together with his brethren, was in charge of the hymns, while Bakbukiah and Unno and their brethren ministered opposite them by turns. Jeshua became the father of Joachim, Joachim became the father of Eliashib, and Eliashib became the father of Joiada. Joiada became the father of Johanan, and Johanan became the father of Jaddua. In the days of Joachim these were the priestly family heads: for Seraiah, Meraiah,
for Jeremiah, Hananiah, for Ezra, Meshullam, for Amariah, Jehohanan, for Maluk, Jonathan, for Shebaniah, Joseph, for Harim, Adna, for Meremoth, Helkai, for Iddo, Zechariah, for Ginnethon, Meshullam, for Abijah, Zichri, for Miamin, for Meadiah, Piltai, for Bilgah, Shammua, for Shemaiah, Jehonathan, and for Joarib, Mattanai, for Jedaiah, Uzai, for Salu, Kalai, for Emok, Eber, for Hilkiah, Hashabiah, for Jedaiah, Nethanel. In the time of Eliashib, Jehoiada, Johanan, and Jaddua, the family heads of the priests were written down in the book of Chronicles up until the reign of Darius the Persian. The sons of Levi, the family heads, were written down in the book of Chronicles up until the time of Johanan, the son of Eliashib. The heads of the Levites were Hashabiah, Sherebiah, Jeshua, Binnui, Kadmiel. Their brethren who stood opposite them to sing praises and thanksgiving in fulfillment of the command of David the man of God, one section opposite the other, were Mattaniah, Bakbukiah, Obadiah, Meshullam, Talmon, and Akub were gatekeepers. They kept watch over the storerooms at the gates. All these lived in the time of Joachim, son of Jeshua, son of Josadak, and in the time of Nehemiah the governor, and of Ezra the priest-scribe. At the dedication of the wall of Jerusalem, the Levites were sought out wherever they lived and were brought to Jerusalem to celebrate a joyful dedication with thanksgiving hymns and the music of cymbals, harps, and lyres. The Levitical singers gathered together from the region about Jerusalem, from the villages of the Netophathites, from Beth Gilgal, and from the plains of Geba and Azmaveth, for the singers had built themselves settlements about Jerusalem. The priests and Levites first purified themselves. Then they purified the people, the gates, and the wall. I had the princes of Judah mount the wall, and I arranged 2 great choirs. The first of these proceeded to the right, along the top of the wall in the direction of the dung gate, followed by Hoshaiah and half the princes of Judah, along with Azariah, Ezra, Meshullam, Judah, Benjamin, Shemaiah, and Jeremiah, priests with the trumpets, and also Zechariah, son of Jonathan, son of Shemaiah, son of Mattaniah, son of Micaiah, son of Zakkur, son of Asaph, and his brethren Shemaiah, Azarel, Milalai, Gilalai, Meai, Nethanel, Judah, and Hanani, with the musical instruments of David the man of God. Ezra the scribe was at their head. At the spring gate they went straight up by the steps of the city of David and continued along the top of the wall above the house of David until they came to the water gate on the east. The second choir proceeded to the left, followed by myself and the other half of the princes of the people, along the top of the wall past the oven tower as far as the broad wall, then past the Ephraim gate, the new city gate, the fish gate, the tower of Hananel, and the 100 tower, as far as the sheep gate, and they came to a halt at the prison gate. The 2 choirs took up a position in the house of God. I, too, who had with me half the magistrates, the priests Eliakim, Maaseiah, Minjamin, Mechiah, Elonai, Zechariah, Hananiah with the trumpets, and Maaseiah, Shemaiah, Eleazar, Uzai, Jehohanan, Malchijah, Elam, and Ezer. The singers were heard under the leadership of Jezrahiah. Great sacrifices were offered on that day, and there was rejoicing over the great feast of the Lord in which they shared. The women and the children joined in, and the rejoicing at Jerusalem could be heard from afar off. At that time men were appointed over the chambers set aside for stores, offerings, firstfruits, and tithes. In them they were to collect from the fields of the various cities the portions legally assigned to the priests and Levites. For Judah rejoiced in its appointed priests and Levites, who carried out the ministry of their God and the ministry of purification, as did the singers and the gatekeepers, in accordance with the prescriptions of David and of Solomon his son. For the heads of the families of the singers and the hymns of praise and thanksgiving to God came down from the days of David and Asaph in times of old. Thus all Israel, in the days of Zerubbabel and in the days of Nehemiah, gave the singers and the gatekeepers their portions according to their daily needs.
They made their consecrated offerings to the Levites, and the Levites made theirs to the sons of Aaron. Chapter 13. At that time, when there was reading from the book of Moses in the hearing of the people, it was found written there that no Ammonite or Moabite may ever be admitted into the assembly of God, for they would not succor the Israelites with food and water, but they hired Balaam to curse them, though our God turned the curse into a blessing. When they had heard the law, they separated from Israel every foreign element. Before this, the priest Eliashib, who had been placed in charge of the chambers of the house of our God, and who was an associate of Tobiah, had set aside for the latter's use a large chamber, in which had previously been stored the cereal offerings, incense and utensils, the tithes in grain, wine, and oil, allotted to the Levites, singers, and gatekeepers, and the offerings due the priests. During all this time I had not been in Jerusalem, for in the 32nd year of Artaxerxes, king of Babylon, I had gone back to the king. After due time, however, I asked leave of the king, and returned to Jerusalem, where I discovered the evil thing that Eliashib had done for Tobiah, in setting aside for him a chamber in the courts of the house of God. This displeased me very much, and I had all of Tobiah's household goods thrown outside the chamber. Then I gave orders to purify the chambers, and I had them replace there the utensils of the house of God, the cereal offerings, and the incense. I learned, too, that the portions due the Levites were no longer being given, so that the Levites and the singers who should have been carrying out the services had deserted, each man to his own field. I took the magistrates to task, demanding, "Why is the house of God abandoned?" Then I brought the Levites together and had them resume their stations. All Judah once more brought in the tithes of grain, wine, and oil to the storerooms. And in charge of the storerooms I appointed the priest Shelemiah, Zadok the scribe, and Pedaiah, one of the Levites, together with Hanan, son of Zakkur, son of Mattaniah, as their assistant. For these men were held to be trustworthy. It was their duty to make the distribution to their brethren. Remember this to my credit, O my God. Let not the devotion which I showed for the house of my God and its services be forgotten. In those days I perceived that men in Judah were treading the winepresses on the Sabbath, that they were bringing in sheaves of grain, loading them on their asses, together with wine, grapes, figs, and every other kind of burden, and bringing them to Jerusalem on the Sabbath day. I warned them to sell none of these victuals. In Jerusalem itself the Tyrians who were resident there were importing fish and every other kind of merchandise and selling it to the Judahites on the Sabbath. I took the nobles of Judah to task, demanding of them, "What is this evil thing that you are doing, profaning the Sabbath day? Did not your fathers act in this same way, with the result that our God has brought all this evil upon us and upon this city? Would you add to the wrath against Israel by once more profaning the Sabbath?" When the shadows were falling on the gates of Jerusalem before the Sabbath, I ordered the doors to be closed, and forbade them to be reopened till after the Sabbath. I posted some of my own men at the gate, so that no burden might enter on the Sabbath day. The merchants and sellers of various kinds of merchandise spent the night once or twice outside Jerusalem, but then I warned them, saying to them, "Why do you spend the night alongside the wall? If you keep this up, I will lay hands on you." From that time on they did not return on the Sabbath. Then I ordered the Levites to purify themselves, and to go and watch the gates, so that the Sabbath day might be kept holy. This too remember in my favor, O my God, and have mercy on me in accordance with your great mercy. Also in those days I saw Jews who had married Ashdodite, Ammonite, or Moabite wives. Of their children half spoke Ashdodite, and none of them knew how to speak Jewish. And so it was in regard to the languages of the various other peoples. I took them to task and cursed them. I had some of them beaten and their hair pulled out, and I adjured them by God, "You shall not marry your daughters to their sons, nor take any of their daughters for your sons or for yourselves." Did not Solomon, the king of Israel, sin because of them?
Though among the many nations there was no king like him, and though he was beloved of his God, and God had made him king over all Israel, yet even he was made to sin by foreign women. Must it also be heard of you that you have done this same very great evil, betraying our God by marrying foreign women? One of the sons of Joiada, son of Eliashib, the high priest, was the son-in-law of Sanballat the Horonite. I drove him from my presence. Remember against them, O my God, how they defiled the priesthood, and the covenant of the priesthood, and the Levites. Thus I cleansed them of all foreign contamination. I established the various functions for the priests and Levites, so that each had his appointed task. I also provided for the procurement of wood at stated times, and for the first fruits. Remember this in my favor, O my God.